പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സോളാർ ആൻഡ് LED ടെക്നീഷ്യൻ കോഴ്സിൽ പഠിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് സോളാർ ഇൻവെർട്ടറിന്റെ കണക്ഷൻസും അതിന്റെ ഇൻഡിക്കേഷൻസും അതുപോലെ തന്നെ സോളാർ പവർ സിസ്റ്റത്തിന്റെ നോ ലോഡിലും ലോഡിലും ഓവർലോഡിലുമുള്ള ടെസ്റ്റുമാണ്. ഇത് ഒരു DC സിസ്റ്റത്തിന്റെ ചിത്രമാണ്. സോളാർ PV മോഡ്യൂളിൽ നിന്നും ലഭിക്കുന്ന പവർ ചാർജ് കൺട്രോളർ ഉപയോഗിച്ച് റെഗുലേറ്റ് ചെയ്ത് ആണ് ബാറ്ററിയിലേക്കും ലോഡിലേക്കും നൽകേണ്ടത്. നിലവിൽ AC സിസ്റ്റമാണ്, അതായത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സിസ്റ്റമാണ് കൂടുതൽ ഉപയോഗത്തിലുള്ളത്. ആയതിനാൽ ഇൻവെർട്ടറാണ് കൂടുതലായിട്ട് ആവശ്യമായി വരുന്നത്. ഈ ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ചാർജ് കൺട്രോളറും ഒരു സെപ്പറേറ്റ് ഇൻവെർട്ടറും ആണ്. ഈ തരത്തിൽ AC-യിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളെ നമുക്ക് ഘടിപ്പിച്ച് ഉപയോഗിക്കുവാൻ സാധിക്കും. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു പവർ കണ്ടീഷനിങ് യൂണിറ്റ് അഥവാ PCU ആണ്. അതിൻ്റെ അകത്ത് ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. നെയിം പ്ലേറ്റിൽ ഇൻപുട്ട് വോൾട്ടേജ് റേഞ്ച്, അതായത് സോളാർ PV-യിൽ നിന്നുള്ള ഇൻപുട്ട് വോൾട്ടേജ് റേഞ്ച്, ഔട്ട്പുട്ട് വോൾട്ടേജ് അതായത് AC വോൾട്ടേജ് 230 വോൾട്ട്, ഫ്രീക്വൻസി, അതിൻ്റെ കപ്പാസിറ്റി KVA-യിൽ എന്നീ കാര്യങ്ങളായിരിക്കും നെയിം പ്ലേറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അത് സൈൻ വേവ് ഇൻവെർട്ടർ എന്ന് സാധാരണ രേഖപ്പെടുത്താറുണ്ട്. കാരണം ഇപ്പോൾ കൂടുതലായി സൈൻ വേവ് ഇൻവെർട്ടേഴ്സ് ആണ് ഉപയോഗത്തിൽ ഉള്ളത്. അതുകൂടാതെ ഇൻഡിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. LED ഇൻഡിക്കേഷൻസ് ആയിരിക്കും ഉണ്ടാകുക. ആ ഇൻഡിക്കേഷൻസ് ചാർജിങ് മോഡ്, അതായത് സോളാറിൽ നിന്നാണോ മെയിൻസിൽ നിന്നാണോ ഈ ചാർജ് ചെയ്യുന്നത്, ആ ഇൻഡിക്കേഷൻസ് ഉണ്ടായിരിക്കും. ഇൻവെർട്ടർ ബാറ്ററിയിലാണോ പ്രവർത്തിക്കുന്നത് അഥവാ സോളാറിലാണോ പ്രവർത്തിക്കുന്നത്, ആ ഇൻഡിക്കേഷൻസ് ഉണ്ടായിരിക്കും. ഓവർലോഡിൽ ട്രിപ്പായിട്ടുണ്ടെങ്കിൽ ആ ഇൻഡിക്കേഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ബാറ്ററി ഡിസ്ചാർജ് ആയി ലോ വോൾട്ടിൽ കട്ട് ഓഫ് ആയിട്ടുണ്ടെങ്കിൽ ആ ഇൻഡിക്കേഷൻസ് ഉണ്ടായിരിക്കും. ഇങ്ങനെ വിവിധങ്ങളായ ഇൻഡിക്കേഷൻസ് LED ഉപയോഗിച്ച് ഉണ്ടായിരിക്കും. ഇതൊരു മറ്റൊരു PCU-ൻ്റെ ഫ്രണ്ട് പാനലാണ്. അവിടെ കൺട്രോൾ സ്വിച്ചസ് ഓൺ ഓഫ്, ഔട്ട്പുട്ട് സ്വിച്ചസ്, അതിൻ്റെ ഇൻഡിക്കേഷൻസും കാണിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിൽ ഒരു ഔട്ട്പുട്ട് സോക്കറ്റ് ഫ്രണ്ട് പാനലിൽ തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. AC ഉപകരണങ്ങൾ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സോക്കറ്റാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു LED ഡിസ്പ്ലേയും ഇവിടെ കാണിച്ചിട്ടുണ്ട്. LED ഡിസ്പ്ലേ സാധാരണ മെഷർമെൻറ്റ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് വോൾട്ടേജ്, ഇൻപുട്ട് വോൾട്ടേജ് എത്രയാണ്, ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണ്, പവർ എത്രയാണ്, ഫ്രീക്വൻസി തുടങ്ങിയ കാര്യങ്ങൾ കാണിക്കുന്നതിന് വേണ്ടിയാണ് LED ഇൻഡിക്കേഷൻസ് ഉപയോഗിക്കുന്നത്. സിസ്റ്റം 12 വോൾട്ട് സിസ്റ്റം ഉണ്ടായിരിക്കാം, 24 വോൾട്ട് സിസ്റ്റം ഉണ്ടായിരിക്കാം. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് 12 വോൾട്ട് സിസ്റ്റത്തിൻ്റെ ഇൻ്റർ കണക്ഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. PV മൊഡ്യൂള് വയറലായിട്ട് കൊണ്ടുവന്ന സോളാർ PV ഇൻപുട്ട് ടെർമിനലാണ് കണക്ഷൻസ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വലത് ഭാഗത്തായിട്ട് കാണാം ബാറ്ററി ടെർമിനൽ. അവിടെ ആയിരിക്കും ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും ഘടിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു 24 വോൾട്ട് സിസ്റ്റമാണ്. ചിത്രത്തിൽ കാണാം 24 വോൾട്ടിൻ്റെ സോളാർ പാനലുകൾ PV ടെർമിനലിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലുകളിലും ഘടിപ്പിച്ചിരിക്കുന്നു. ഇതാണൊരു ഇൻ്റർ കണക്ഷൻ ഡയഗ്രാം. ഈ നിലയിൽ സോളാർ PV അതിൻ്റെ ടെർമിനലിലേക്ക് കണക്ഷൻ കൊടുത്തിരിക്കുന്നു. അത് ബാറ്ററി അതിൻ്റെ ടെർമിനലിലേക്ക് കണക്ഷൻ കൊടുത്തിരിക്കുന്നു. ഔട്ട്പുട്ട് സോക്കറ്റിൽ നിന്ന് എടുത്ത് ഫ്രിഡ്ജ്, ലൈറ്റ് തുടങ്ങിയ ഹോം ഉപകരണങ്ങളെല്ലാം ഒരു കണക്ട് ചെയ്ത് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഇൻവെർട്ടറിൻ്റെയും പവർ കണ്ടീഷനിങ് യൂണിറ്റിൻ്റെയും കണക്ഷൻസും അതിൻ്റെ ഉപയോഗവും.
ഇനി നമ്മൾ ഒരു ഓഫ് ഗ്രിഡ് സോളാർ പവർ സിസ്റ്റം എങ്ങനെ ടെസ്റ്റ് ചെയ്യാം എന്ന് നോക്കാം. അതിനായി പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ടെസ്റ്റുകളാണ് നടത്തേണ്ടത്. 1 നോ ലോഡ് ടെസ്റ്റ്, 2 സോളാർ PV ഓൺ ലോഡ് ടെസ്റ്റ്, 3 ഓവർലോഡ് ടെസ്റ്റ്. ഇത് പഠിക്കുന്നതിനായി ഇവിടെ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ് കാണിച്ചിരിക്കുന്നത്. നോ ലോഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ലോഡുകളൊന്നും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുകയില്ല. ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജും കറണ്ടും ഇൻവെർട്ടർ പ്രവർത്തിക്കുമ്പോൾ എന്തോരം ലോസ് ആകുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതായത് പവർ കണ്ടീഷനിങ് യൂണിറ്റിൻ്റെ പ്രവർത്തനത്തിന് എന്തോരം പവർ ആവശ്യമായി വരുന്നു, അതായത് ഇൻവെർട്ടറിൻ്റെ ലോസ് ആയിട്ട് നമുക്കതിനെ കണക്കാക്കാം. ആദ്യം നമുക്ക് ഈ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഒന്ന് പരിചയപ്പെടാം. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇവിടെ 300 വാട്ടിൻ്റെ 72 സെല്ലിൻ്റെ 2 സോളാർ പാനലുകളാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ 12 വോൾട്ട് ബാറ്ററി 2 എണ്ണം 24 വോൾട്ടിൻ്റെ സെറ്റപ്പാണ് ചെയ്തിരിക്കുന്നത്. PCUവിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 230 വോൾട്ട് സിംഗിൾ ഫേസ് AC ആണ്. ഇതിൻ്റെ അകത്ത് 3 പ്രധാനപ്പെട്ട ഇൻഡിക്കേഷൻസ് ഉണ്ട്. PV കണക്ട് ചെയ്യുമ്പോൾ ആ PVയുടെ LED തെളിഞ്ഞു നിൽക്കും. അതുപോലെ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ബാറ്ററിയുടെ LED തെളിഞ്ഞു നിൽക്കും. അതുപോലെ ഓവർലോഡ് ആക്ടിവേറ്റ് ആകുമ്പോൾ ഓവർലോഡിൻ്റെ LED തെളിഞ്ഞു നിൽക്കും. അതായത് ഓവർലോഡ് വരുന്നത് വരെ LED ഓഫ് കണ്ടീഷനിൽ ആയിരിക്കും. ഔട്ട്പുട്ടിൽ 100 വാട്ടിൻ്റെ ഇൻകാൻഡസെൻ്റ് ലാമ്പുകളാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പഴയ ബൾബുകൾ ഇവിടെ 7 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ലോഡായിട്ട് കൊടുത്തിരിക്കുന്നത്. PCUവിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 500 VA ആണ്. എന്നാൽ നമ്മളിവിടെ 700 വാട്ടാണ് ലോഡായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് 100 വാട്ടിൻ്റെ 7 ബൾബുകൾ. അപ്പോൾ നമുക്ക് ആദ്യം ബാറ്ററിയിൽ കൂടെയുള്ള സെറ്റപ്പ് ടെസ്റ്റ് ചെയ്യാം. ആ സമയത്ത് സോളാർ PVയുടെ ഔട്ട്പുട്ട് കൊടുക്കുന്നില്ല. ബാറ്ററി ചാർജ്ഡ് ബാറ്ററി ആയിരിക്കും. അപ്പോൾ ബാറ്ററിയുടെ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നതിന് കറണ്ട് അളക്കുന്നതിന് വേണ്ടി ഒരു അമ്മീറ്റർ ഉണ്ട്, AB. അതുപോലെ വോൾട്ടേജ് അളക്കുന്നതിന് വേണ്ടി വോൾട്ട്മീറ്റർ VB. 2 DC ഇൻസ്ട്രുമെൻസ് ആണ്, DC അമ്മീറ്ററും DC വോൾട്ട്മീറ്ററും. ഇനി ഔട്ട്പുട്ട് അളക്കുന്നതിനായിട്ട് ഒരു VLഉം ALഉം, അതായത് AC അളക്കുന്നതിനായി AC വോൾട്ട്മീറ്ററും കറണ്ട് അളക്കുന്നതിനായി അമ്മീറ്ററും ഉപയോഗിക്കുന്നു. ഇനി സോളാർ മൊഡ്യൂളിൻ്റെ, അതായത് പവർ കൺട്രോളിംഗ് യൂണിറ്റിലേക്ക് വരുന്ന ഔട്ട്പുട്ട് അളക്കുന്നതിനായിട്ട് VP വോൾട്ട്മീറ്ററും AP അമ്മീറ്ററും ഉപയോഗിക്കുന്നു. ഇങ്ങനെ 6 ഇൻസ്ട്രുമെൻസ് ആണ് നമുക്ക് വേണ്ടത്. ആദ്യമായി നോ ലോഡ് ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിനായി ഔട്ട്പുട്ടിലേക്കുള്ള ഇവിടെ കാണിച്ചിട്ടുള്ള എല്ലാ ബൾബുകളുടെയും സ്വിച്ചുകൾ ഓഫ് കണ്ടീഷനിലേക്ക് വെക്കുക. അതിനുശേഷം ബാറ്ററി കണക്ട് ചെയ്ത് ഇൻവെർട്ടർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ABയിൽ കാണിക്കുന്നത് ബാറ്ററിയിൽ നിന്ന് എന്തോരം കറണ്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. VB ബാറ്ററിയുടെ എത്ര വോൾട്ടേജ് എന്നുള്ളതുമാണ് കാണിക്കുന്നത്. അപ്പോൾ പവർ എന്ന് പറയുന്നത് VB × AB. അതാണ് ബാറ്ററിയിൽ നിന്നും കൺസ്യൂം ചെയ്യുന്ന പവർ. അതായത് ഈ പവർ ഉപയോഗിക്കുന്നത് സോളാർ PCUവിൻ്റെ ഐഡിയൽ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ്. അതായത് ലോഡ് കണക്ട് ചെയ്യാത്ത സമയത്തുള്ള പവർ. അതാണ് ഇതിൻ്റെ അകത്തെ ലോസ് എന്ന് പറയുന്നത്.
ഇനി നമുക്ക് ഇൻവെർട്ടർ ഓഫ് ചെയ്ത് സോളാർ മൊഡ്യൂള് കണക്ട് ചെയ്യാം. ബാറ്ററിയും ഓഫ് ചെയ്തിരിക്കുന്ന കണ്ടീഷനിലായിരിക്കും ഉണ്ടാകുക. അപ്പോൾ നമ്മുടെ സോളാർ മൊഡ്യൂൾസ് ലാബിന് പുറത്ത് വെയിലത്ത് ആണ് ഇരിക്കുന്നത്. അപ്പോൾ സോളാർ മൊഡ്യൂള് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തെ വോൾട്ടേജ് മെഷർ ചെയ്യാൻ പറ്റും. കാരണം 72 സെല്ലിന് അപ്രോക്സിമേറ്റ്ലി 36 വോൾട്ട് ഇത് നമ്മുടെ സോളാർ മൊഡ്യൂളിൻ്റെ ഔട്ട്പുട്ടായിട്ട് കാണും. ഇൻവെർട്ടർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് കൂടെ കറണ്ട് പാസ് ചെയ്യുന്നത് കാണാം. അതായത് AP റീഡിങ് കാണിക്കും. അപ്പോൾ AP ഇൻറ്റു VP എന്ന് പറയുന്നതാണ് സോളാർ മൊഡ്യൂളിൽ നിന്നും ഇൻവെർട്ടർ കൺസ്യൂം ചെയ്യുന്ന പവർ. അപ്പോൾ ഇതാണ് നോ ലോഡ് ടെസ്റ്റ്. ഇനി നമുക്ക് ലോഡ് ടെസ്റ്റ് ചെയ്യാം. ലോഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് ഇതേ സെറ്റപ്പ് തന്നെ. അതിലെ PV മൊഡ്യൂൾസ് ഓഫ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഈ ലോഡ് ടെസ്റ്റ് ചെയ്യുന്നത് ഇൻവെർട്ടറിൻ്റെ എഫിഷ്യൻസി കണക്കാക്കുന്നതിനായിട്ടാണ്. അപ്പോൾ ബാറ്ററി മാത്രം കണക്ട് ചെയ്തു. ലോഡ് ഇപ്പോൾ ഓഫ് കണ്ടീഷനിലാണ്. ഇനി നമുക്ക് ഇൻവെർട്ടർ ഓൺ ചെയ്തു. ഓൺ ചെയ്തതിന് ശേഷം ഒന്നാമത്തെ ബൾബിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തു. ഇൻപുട്ട് വോൾട്ടേജും ഇൻപുട്ട് കറണ്ടും മെഷർ ചെയ്ത് ടാബ്ലേറ്റ് ചെയ്യുക. അപ്പോഴുള്ള ഔട്ട്പുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് കറണ്ടും മെഷർ ചെയ്യുക. ഇനി വീണ്ടും രണ്ടാമത്തെ ബൾബിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുക. വോൾട്ടേജുകളും കറണ്ടും വീണ്ടും ടാബ്ലേറ്റ് ചെയ്യുക. അപ്പോൾ ഒബ്സർവ് ചെയ്യുക, ബാറ്ററിയുടെ ആംബിയർ കൂടുന്നത് കാണാം. DC സൈഡിലെ ആംബിയറും വോൾട്ടേജും നോട്ട് ചെയ്യുന്നു. പവർ കാൽക്കുലേറ്റ് ചെയ്ത് ടാബ്ലേറ്റ് ചെയ്യുക. അപ്പോൾ ഔട്ട്പുട്ടിൻ്റെ ആംബിയർ ഇരട്ടിയായിട്ട് നമുക്ക് കാണാം. അപ്പോഴുള്ള ടോട്ടൽ പവർ നമുക്ക് ടാബ്ലേറ്റ് ചെയ്യാം. മൂന്നാമത്തെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ബാറ്ററിയുടെ കറണ്ട് കൂടുന്നത് കാണാം. ആ സമയത്തെ വോൾട്ടേജ് മെഷർ ചെയ്യുക. അതുപോലെ ആ സമയത്തെ പവർ ടാബ്ലേറ്റ് ചെയ്യുക. അതുപോലെ ഔട്ട്പുട്ട് വോൾട്ടേജും കറണ്ടും അളക്കുക. അതിൻ്റെയും പവർ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി നാലാമത്തെ സ്വിച്ച് ഓൺ ചെയ്യുക. അപ്പോൾ 4 ബൾബുകളായി. അപ്പോൾ 400 വാട്ട് ആയി. അപ്പോൾ നമ്മുടെ ലോഡ് 80% ആകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തെ ബാറ്ററി സൈഡിലെയും ഔട്ട്പുട്ട് സൈഡിലെയും വോൾട്ടേജും കറണ്ടും നോട്ട് ചെയ്യുക. പവറും കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി ശ്രദ്ധിക്കുക, അഞ്ചാമത്തെ സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. നമ്മുടെ ഇൻവെർട്ടറിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 500 VA ആണ്. അഞ്ചാമത്തെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഫുൾ ലോഡിലേക്ക് ആയി കഴിഞ്ഞു. അപ്പോഴുള്ള വോൾട്ടേജുകളും കറണ്ടുകളും മെഷർ ചെയ്ത് ടാബ്ലേറ്റ് ചെയ്യുക. ഇതാണ് ഫുൾ ലോഡ് ടെസ്റ്റ്. ഇനി നമുക്ക് ഫുൾ സിസ്റ്റത്തിൻ്റെ ടെസ്റ്റ് ചെയ്യാം. ആ സമയത്ത് സോളാർ മൊഡ്യൂൾ കണക്ട് ചെയ്ത് ഓൺ ചെയ്തിട്ടുണ്ട്. ബാറ്ററി കണക്ഷൻ ഉണ്ട്. ഇൻവെർട്ടർ ഇപ്പോൾ ഓഫ് പൊസിഷനിലാണ്. നമ്മുടെ ലോഡ് എല്ലാം ഓഫ് പൊസിഷനിലാക്കി വെച്ചിരിക്കുന്നു. ഇനി ശ്രദ്ധിക്കുക, നമ്മുടെ പവർ കണ്ടീഷനിങ് യൂണിറ്റ് ഇൻവെർട്ടർ ഓൺ ചെയ്യുക. ഓൺ ചെയ്യുമ്പോൾ ഈ സമയം നമ്മുടെ സോളാർ മൊഡ്യൂള് നല്ല വെയിലുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത്. ആ സമയത്ത് വേണം നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ. ഈ സമയത്ത് സോളാർ മൊഡ്യൂളിൻ്റെ ഔട്ട്പുട്ട് AP കറണ്ട് കാണിക്കും. അതുപോലെ വോൾട്ടേജും കാണിക്കും. അറൗണ്ട് 36 വോൾട്ടേജ് കാണിക്കും. അത് ചാർജ് കൺട്രോളറിൽ കൂടെ ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് AB എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും കാണിക്കുന്നത്. അതായത് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഗോയിങ് ടു ദ ബാറ്ററി. അത് നമ്മൾ കണക്ഷൻ ചെയ്യുന്നത് പോലെ ഇരിക്കും. അപ്പം APയും ABയും ഏകദേശം തുല്യ അളവായിരിക്കും. അവിടെ ചാർജ് കൺട്രോളറിൻ്റെ അകത്തെ ലോസ് ഒഴിവാക്കി കഴിഞ്ഞാൽ മുഴുവൻ കറണ്ടും ബാറ്ററിയിലേക്ക് പോകുന്നത് കാണാൻ സാധിക്കും. ആ സമയത്ത് നമ്മുടെ വോൾട്ടേജ് VPയും VBയും നോട്ട് ചെയ്യുക. ഈ സമയത്ത് നമ്മുടെ ഔട്ട്പുട്ട് നോ ലോഡ് കണ്ടീഷനാണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് കാണും. അമ്മീറ്റർ റീഡിങ് കാണത്തില്ല.
ഇനി നമുക്ക് സ്വിച്ച് നമ്പർ 1 ഓൺ ചെയ്യുക. ഓൺ ചെയ്യുമ്പോൾ 100 വാട്ട് ലോഡ് കൊടുത്തിരിക്കുന്നു. സോളാർ PV 300 600 വാട്ടിൻ്റെതാണ്. അപ്പോൾ 100 വാട്ടിനുള്ള ആംബിയർ ഔട്ട്പുട്ടിൽ കൂടി എടുക്കും. ആ സമയത്തെ വോൾട്ടേജ് നോട്ട് ചെയ്യുക. മിച്ചമുള്ള കറണ്ട് മാത്രമായിരിക്കും ബാറ്ററിയിലേക്ക് പോകുന്നത്. അപ്പോൾ AB നെഗറ്റീവിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. വീണ്ടും രണ്ടാമത്തെ ബൾബ് ഓൺ ചെയ്യുക. അപ്പോൾ ലോഡ് 200 വാട്ടായി. അപ്പോൾ ശ്രദ്ധിക്കുക, ലോഡ് കറണ്ട് കൂടുന്നത് കാണാം, ബാറ്ററി കറണ്ട് കുറയുന്നത് കാണാം. ഇനി മൂന്നാമത്തെ ബൾബ് ഓൺ ചെയ്യുമ്പോൾ 300 വാട്ട് ലോഡാകും. അപ്പോൾ 300 വാട്ടിൻ്റെ കറണ്ട് എടുക്കുകയും ചെയ്യും. അപ്പോൾ ചാർജിങ് കറണ്ട് വീണ്ടും കുറയുന്നതായി കാണാം. വീണ്ടും നാലാമത്തെ ബൾബ് ഓൺ ചെയ്യുമ്പോൾ 400 വാട്ടായി. അപ്പോൾ ലോഡ് കറണ്ട് കൂടി, ചാർജിങ് കറണ്ട് കുറഞ്ഞു. അപ്പോഴുള്ള മൊഡ്യൂൾ കറണ്ട് ഓൾമോസ്റ്റ് സെയിം തന്നെയായിരിക്കും. അഞ്ചാമത്തെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വീണ്ടും നോട്ട് ചെയ്യുക. ലോഡ് കറണ്ട്, ലോഡ് വോൾട്ടേജ്, ബാറ്ററി കറണ്ട്, ബാറ്ററി വോൾട്ടേജ്, മൊഡ്യൂൾ കറണ്ട്, മൊഡ്യൂൾ വോൾട്ടേജ്, ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് ടാബ്ലറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ലോഡ് കറണ്ട് മാക്സിമത്തിൽ എത്തിയിട്ടുണ്ട്. ബാറ്ററി ചാർജിങ് കറണ്ട് മിനിമത്തിലേക്ക് വരികയാണ്. മൊഡ്യൂൾ കറണ്ട് ഓൾമോസ്റ്റ് ഫുള്ളിൽ തന്നെ കാണിക്കുന്നുണ്ടാകും. ഇനി ആറാമത്തെ ലോഡ് ഓൺ ചെയ്യുമ്പോൾ 600 വാട്ടായി. സ്വാഭാവികമായിട്ടും ഇൻവെർട്ടറിൻ്റെ കപ്പാസിറ്റി കഴിയുമ്പോൾ അത് ഓവർലോഡ് ട്രിപ്പാകും. അപ്പോൾ ഓവർലോഡ് ഇൻഡിക്കേഷൻ കാണിക്കും. ഇൻവെർട്ടർ ഓഫാകും. ബാറ്ററി ചാർജിങ്ങും സ്റ്റോപ്പാകും. മൊഡ്യൂൾ വോൾട്ടേജും ബാറ്ററി വോൾട്ടേജും കാണിക്കും. ഇതാണ് നമ്മുടെ എക്സ്പെരിമെൻ്റ് സെറ്റപ്പ്. ഇത് നമുക്ക് വയർ ചെയ്ത് എക്സ്പെരിമെൻ്റായി ചെയ്യാവുന്നതാണ്.